ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തേത് കുറച്ചൊരു ലേറ്റായി പോയൊരു വീഡിയോ ആണ്. ലേറ്റായിപ്പോയി, കുറച്ചധികം തിരക്കുകളൊക്കെ ആയിരുന്നു ന്യൂ ഇയർ ഈ പുതിയ വർഷം തുടങ്ങിയപ്പോൾ മുതൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ, അതായത് നമ്മുടെ 2024 ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. നമ്മുടെ കോഴിക്കോട് സ്വപ്നനഗരിയിലുള്ള ഒരു സ്റ്റേഡിയം പോലെയുള്ള ഒരു വലിയൊരു ഹാൾ വെച്ചിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻഡോർ ഫംഗ്ഷനാണ്. സ്റ്റീഫൻ ദേവസിയൊക്കെ വന്നിട്ടുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അതിൽ 3ാമത്തെ ദിവസമാണ് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻസ്. അതിന് തൊട്ട് 2 ദിവസം മുമ്പായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഫാഷൻ ഷോ, റാംബോക്ക് അങ്ങനത്തതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അഗ്രഗണ്യരായത് ഇത്രയും ടോപ്പായിരുന്നു. സോ FI ഇവന്റ്സിന്റെ ഭാഗമായിട്ടുള്ള ഓ മൈ ഗ്ലാമർ എന്ന ഈ ന്യൂ അപ്പോൾ പ്രോഗ്രാം നമ്മുടെ സ്റ്റീഫൻ്റെ പ്രോഗ്രാമിൻ്റെ മുമ്പേ ആയിട്ട് കുറച്ച് അധികം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഇതേപോലെ ഒരാൾ വന്നിട്ട്, ഒരു ആങ്കറാണ് ആൾ വന്നിട്ട് കുറച്ച് നമ്മുടെ ഓഡിയൻസായിട്ട് കുറേ ഇൻട്രാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഒരു ചെറിയൊരു ഗെയിം പോലെ ഉണ്ടായിരുന്നു. അതായത് ഈ പ്രോഗ്രാമിന് ഷെഫ് പിള്ളയും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു കേക്ക് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഗെയിം പോലെയാണ്. അതായത് ഒരു കേക്ക് കൊടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് എന്താണ് അതിൽ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതായിരുന്നു. പക്ഷേ പറയാതിരിക്കാൻ കേട്ടോ, ഈ ചെറിയ മോളാണ് അതിൽ വിന്നറായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുള്ളത് ഈ കുഞ്ഞു മോളാണ് കേട്ടോ. ബാക്കി വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇയാളാണ് വിന്നറായിട്ടുണ്ടായിരുന്നത്. വിന്നറിന് പ്രൈസ് കൊടുത്തത് അവരുടെ തന്നെ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ കേക്കായിരുന്നു. നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ഇടവേള ബാബു ആണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. ഈ കണ്ടക്ട് ചെയ്യുന്ന ഈ മൊത്തം പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിന് ഇടവേള ബാബുവും അവരുടെ ഒരു ടീമുമാണ് കേട്ടോ. അപ്പം ഈ ഷെഫ് പിള്ളേൻ്റെ കേക്ക് ലോഞ്ച് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഈ പ്രോഗ്രാമിൻ്റെ കുറച്ച് സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെയുള്ള ഒരു മൊമെൻറ്റോ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ആക്ട്രസ് ആയിട്ടുള്ള ഹിമ ശങ്കരി അവരെല്ലാം ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സ്റ്റീഫന്റെ ഇൻട്രോ. The one and only Stephen Dowsey, and along with the Atom team on stage. സ്റ്റീഫൻ മാത്രമല്ല, ആട്ടം കലാസമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെണ്ടമേളത്തിൻ്റെ ബാൻഡും അതിൻ്റെ കൂടെ തന്നെ ഒരു വയലിൻ വായിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പ്രോഗ്രാമായിരുന്നു. Celebrate, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യില്ല. We should celebrate. കാരണം വർഷം കഴിഞ്ഞു. This is the last day and we going to welcome. കുറെ നഷ്ടപ്പെട്ടു, കുറെ കാര്യങ്ങളില്ല. നമ്മുടെ സമയം നഷ്ടപ്പെട്ടു, ആയുസ് കുറെ നഷ്ടപ്പെട്ടു. പക്ഷെ we have lot of hopes. അല്ലേ? 2024 we going to make another journey. അല്ലേ? സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും all the
വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ആക്ച്വലി ഈ ഉള്ളത് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഫങ്ഷനൊന്നും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ന്യൂ ഇയർ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സിനിമയിലൊക്കെ ഇല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ട് മാത്രമേ പരിചയമുള്ളൂ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഒരു ഭാഗ്യമായിട്ട് കരുതാണ്. അതേപോലെ തന്നെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറേ അധികം പാട്ടുകൾ, അതായത് എന്താ പറയുക, ഒരു 9:30 മണി മുതൽ 12 മണി വരെ ഒരേ എനർജിയിലായിരുന്നു ഈ പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നത്. അത്ഭുതം തോന്നിപ്പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റീഫൻ്റെ പെർഫോമൻസ് അത്ര എനർജറ്റിക് ആയിരുന്നു. ഫസ്റ്റിൽ തുടക്കത്തിൽ കുറച്ച് നേരം അവരുടെ തന്നെ ഫ്യൂഷനായിട്ടുള്ള കുറച്ച് മ്യൂസിക്കായിരുന്നു പ്ലേ ചെയ്തിരുന്നത്. പറയാതിരിക്കാൻ വയ്യ, ഈ കൂടെയുള്ള കുട്ടിയും സ്റ്റീഫൻ്റെ ഒപ്പത്തിനൊപ്പം നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. സ്റ്റീഫൻ്റെയും ആ കൂടെയുള്ള കുട്ടിയുടെയും എനർജി ശരിക്കും ഓഡിയൻസിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നല്ല അടങ്ങി ഒതുങ്ങിയിരുന്നു. പിന്നെ അതാ എല്ലാവരും സ്റ്റേജിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നായിരുന്നു സ്റ്റീഫൻ മ്യൂസിക് ഇടും, ഓഡിയൻസ് പാട്ട് പാടും. നിങ്ങൾ കണ്ടില്ലേ, അത്ര അടിപൊളിയായിരുന്നു. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. എന്തായാലും ന്യൂ ഇയർ സെലിബ്രേഷൻ കളറായത് വേണം പറയാനായിട്ട്. പിന്നെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ സമയം വരെ, അതായത് ഈ ഒരു മിനിറ്റ് മുമ്പേ വരെ ഒരേ വൈബ്രൻ്റ് ആയിട്ട് ഒരേ എനർജിയിൽ പാട്ടും പരിപാടികൾ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവസാനത്തെ ആ ഒരു അരമണിക്കൂറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻറ്റിന് ഒരാൾ പോലും നിലത്ത് നിൽക്കുന്നില്ലായിരുന്നു. എല്ലാവരും നല്ല ഡാൻസിലായിരുന്നു കേട്ടോ. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഇതാ പുതിയൊരു വർഷം പിറന്നിരിക്കുകയാണ്. 2024 2 4 കൈയും നീട്ടിയാണ് ഇവിടെയുള്ള എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് എ പ്രെറ്റി മച്ച് മെമ്മറബിൾ മൊമെൻറ്റ്. പിന്നെ കുറച്ച് സമയം ഈ ന്യൂ ഇയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ന്യൂ ഇയർ ഡാൻസസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളും എല്ലാവരും ഈ സ്റ്റേജിൽ കയറിയിട്ട് എല്ലാവരും നല്ല ഡാൻസും പരിപാടിയിലായിരുന്നു.
ഇയറിൻ്റെ പ്രോഗ്രാം ബാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമെന്ന് വിചാരിച്ചു. എവിടെ കഴിയുന്നു? അത് കഴിഞ്ഞു പിന്നെയും ഒരു 3-4 പാട്ടും ഡാൻസും അങ്ങനെ കുറേ സമയം കേട്ടോ. ഏകദേശം ഒരു 12:30-1 മണി വരെ ഈ പ്രോഗ്രാം നീണ്ടു നിന്നിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റത്തെ കുറച്ച് പ്രോഗ്രാംസാണ് ഈ കാണുന്നത്. ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വന്നിട്ടുള്ള ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റീഫൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാനുള്ള ചാൻസസ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പം അത് എനിക്ക് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാതിരിക്കാൻ വയ്യല്ലോ. ഞങ്ങൾക്ക് ഇത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം സമ്മാനിച്ചതിന് എനിക്ക് ഇക്കാനോടത്താണ് താങ്ക്സ് പറയാനുള്ളത്. അതായത് ഇക്കാക്ക് വഴിയാണ് നമുക്ക് ഈ ചാൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.